നമ്മൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അവിടെയും ഫ്രണ്ട്ഷിപ്പിന്റെ കഥ കാണുന്നുണ്ട്. കാരണം ഇറ്റലിയിലേക്ക്, ഈ റോമിലേക്ക് ഇദ്ദേഹം വരുന്നത് തന്നെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ പിടിക്കപ്പെട്ട് തടവറയിൽ കഴിയുമ്പോൾ അവിടെ കഴിയുന്ന ക്രിസ്ത്യാനികൾക്ക് ആവേശം പകരാൻ, കരുത്തു പകരാനാണ് ഈ പടയാളിയായ വിശുദ്ധ സെബാസ്റ്റ്യൻ ശ്രമിച്ചത്. നിങ്ങൾ ധൈര്യമായിട്ട് ക്രിസ്തുവിന് വേണ്ടി മരണം വരിക്കുന്നു പറഞ്ഞിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ജോലിയായിരുന്നു, ഇൻസ്പയർ ചെയ്യുന്ന പ്രസംഗങ്ങളായിരുന്നു വിശുദ്ധ സെബാസ്റ്റ്യൻ നടത്തിയിട്ടുള്ളത്. വിശുദ്ധ സെബാസ്റ്റ്യൻ അതങ്ങനെ നടത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയാം താൻ പിടിക്കപ്പെട്ടാൽ മരണം ഉറപ്പാണെന്ന്. പക്ഷെ താൻ സ്നേഹിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി മരണം ഏറ്റുവാങ്ങാൻ ധൈര്യം കാണിക്കുന്ന, റിസ്ക് എടുക്കുന്ന ഒരു വിശുദ്ധനെ കാണുന്നത്. ഈ വിശുദ്ധൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അമ്പുകളേറ്റ് മരിച്ചു എന്ന് ഉറപ്പുവരുത്തി അവർ പോകുമ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ആ വിശുദ്ധനെ, വിശുദ്ധ സെബാസ്റ്റ്യൻ രക്ഷപ്പെടുത്തുന്നത് ഐറീൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്, ഒരു ഭക്ത സ്ത്രീയാണ്, ഒരു വിശുദ്ധയാണ്. അവർ എന്തുമാത്രം റിസ്ക്കാണ് എടുത്ത് നോക്കുക. സെബാസ്റ്റ്യനോടുള്ള സ്നേഹം കൊണ്ട് അവര് അങ്ങേയറ്റത്തെ അവരുടെ ജീവൻ പണയപ്പെടുത്തിയുള്ള റിസ്ക് എടുക്കുന്നത്. കാരണം അത് രാജാവ് അറിഞ്ഞാൽ, പട്ടാളക്കാരറിഞ്ഞാൽ ഇവര് പിടിക്കപ്പെടും, ഇവര് ക്രിസ്ത്യാനെന്നറിയപ്പെടും, ഇവര് കൊല്ലപ്പെടും എന്ന് ഇവർക്ക് നല്ല ബോധ്യം ഉണ്ടായിട്ട് പോലും തന്റെ സൗഹൃദത്തിന്റെ പേരിൽ, ക്രിസ്തുവിനോടും സെബാസ്റ്റ്യനോടും ഉണ്ടായ സൗഹൃദത്തിന്റെ പേരിലാണ് അവരങ്ങനെ ഇടപെടുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ടേബിളാണ് നമ്മൾ കാണുന്നത്, ഫ്രണ്ട്ഷിപ്പിന്റെ മേശയാണ് നമ്മൾ കാണുന്നത്. കാരണം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ജീവിതം കൊടുക്കാൻ തയ്യാറായ ഒരു ധീരനായ യോദ്ധാവിന്റെ, വിശുദ്ധന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് സൗഹൃദം നിലനിർത്താൻ, മനുഷ്യര് തമ്മിലുള്ള സൗഹൃദം നിലനിർത്താൻ നമ്മൾ ജീവൻ ത്യാഗം ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ചെലവഴിക്കാനും, നമ്മുടെ ആരോഗ്യം ചെലവഴിക്കാനും, നഷ്ടങ്ങൾ സഹിക്കാനും നമ്മൾ തയ്യാറാവുക. സ്നേഹം ചുരുക്കുന്നു, നമ്മളൊക്കെ യേശുവിന്റെ വിരുന്നുമേശയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരിക എന്ന് വിളിച്ച യേശുവിൻ്റെയാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരമാണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെടുന്ന രക്തമാണ്. ഈ രക്തത്തിലും മുറിവിലും മുങ്ങി സ്നാനം ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ.